ദൈവ തിരുനാമത്തിന് മഹത്വം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന വലിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുന്ന ഒരു ദിനമായി തീരട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുവരെയും അനുഭവിക്കാത്ത ഒരു ദൈവിക സന്തോഷവും സമാധാനവും ഒരു ദൈവപ്രവൃത്തിയും കർത്താവ് ചെയ്യുന്ന ഒരു പകലായി തീരും. പ്രൈസലോ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് നാളെയല്ല ഇന്നത്തെ ദിവസം നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. പ്രൈസലോ. കഴിഞ്ഞ കാലങ്ങളിൽ അനേക പ്രാർത്ഥനയ്ക്ക് പോയിട്ട് മറുപടി കിട്ടാതിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണ് താങ്കളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ശുശ്രൂഷ. പ്രൈസലോ. വിശ്വസിക്കുക, കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ ഇടവരുത്തട്ടെ. പ്രൈസലോ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായ ഒരു വചനം വായിക്കുവാൻ ഞാൻ ആത്മാവിൽ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവചനം 1-19 വാക്യം അതിങ്ങനെയാണ്: നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ വചനം കേൾക്കണം. പ്രൈസല്ലോ. 2, ഈ വചനം അനുസരിക്കണം. ഇത് ചെയ്തെങ്കിൽ മാത്രമേ ദേശത്തിലെ നന്മ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസല്ലോ. വേറെ ഏതെല്ലാം രീതിയിൽ ചിന്തിച്ചാലും ദേശത്തിലെ നന്മ അനുഭവിക്കാൻ കഴിയത്തില്ല. നിനക്കുള്ള നന്മ പ്രൈസല്ലോ നിന്റെ കയ്യിൽ തന്നെ കർത്താവ് തരും. ദേശത്ത് തന്നെയുണ്ട്, നീ പാർക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട് നിനക്കുള്ള നന്മ. നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടണ്ട. നിനക്കുള്ള നന്മ നിന്റെ അടുത്ത് തന്നെ ദൈവം തരും. ദൈവത്തിൻ്റെ വചനം എങ്ങനെ പറയുന്നു: നിങ്ങൾ ഒന്ന് മനസ്സ് വെക്കണം. എന്തു ചെയ്യണം? ഈ മനസ്സ് കർത്താവിന് വേണ്ടി ഒന്ന് കൊടുക്കാൻ സമ്മതമാണോ എന്നെങ്കിൽ മാത്രമേ ഒരനുഗ്രഹം കർത്താവ് ചെയ്തിട്ടുള്ളൂ. ഒന്ന്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കണം. പ്രൈസല്ലോ. ഹല്ലേലൂയ. ഒന്ന്, മനസ്സ് കർത്താവിന് കൊടുക്കണം. 2, കേൾക്കണം. 3, അനുസരിക്കണം. എന്നെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹം, ദൈവിക നന്മ കിട്ടത്തുള്ളൂ. പ്രൈസല്ലോ. നീ ഗൾഫിനൊന്നും പോകണ്ട. പ്രൈസല്ലോ. വിദേശ രാജ്യത്തിൽ പോകണ്ട. അല്ല, നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിനക്കുള്ള നന്മ എൻ്റെ തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. തിരിച്ചറിയുക. പ്രൈസലോ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പ്രൈസലോ, ശൂന്യത അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കടഭാരത്താൽ പോകുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ പലതും ചെയ്തിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി കാണാതെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്കുള്ളതാ ഈ സന്ദേശം. പ്രൈസലോ. നീ എന്തുകൊണ്ടാണ് നീ നന്മ അനുഭവിക്കാത്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു: മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കണം. പ്രൈസലോ. എന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഹാഗാറിനോട് ചോദിച്ചാൽ ഹാഗാർ പറയും: ഞാനിരിക്കുന്ന സ്ഥലം മരുഭൂമിയാണ്. എൻ്റെ കൂടെ നിന്ന അബ്രഹാം എന്നെ കൈവിട്ടു. എൻ്റെ കൂട്ടത്തിൽ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല. ഒരു തുരുത്തി വെള്ളവുമായി എന്നെ പറഞ്ഞു വിട്ടു എങ്കിലും ആ തുരുത്തിയിലെ വെള്ളം കാലിയായി. അടുത്ത നിമിഷത്തിൽ എന്താകുമെന്നുള്ള ഭാരത്തോടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പ്രൈസലോ. ഹാഗാറെ, കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ നീ കാണും. ഇതാ ദൈവത്തിന് പറയാനുള്ളത്. പ്രൈസലോ. നീ ഇരിക്കുന്ന സ്ഥലം മരുഭൂമിയാണോ? പ്രൈസലോ. ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ: മരുഭൂമിയെ മരുപ്പച്ചയാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹാഗാറെ, നീ ഇരിക്കുന്ന സ്ഥലം വെള്ളമില്ലാത്ത മരുഭൂമിയാണോ? അവിടെ നിന്ന് ഉറവയെ തുറക്കാൻ ദൈവത്തിന് കഴിയും. എന്തോ ചെയ്തു അവൾ? ആ മരുഭൂമിയിലിരുന്ന് കരയാൻ തുടങ്ങി. അവളുടെ കരച്ചൽ ഉയരത്തിലെത്തിയപ്പോൾ ഒരിക്കലും മരുഭൂമിയിൽ ഒരു ഉറവ കാണത്തില്ല എന്ന് ചിന്തിച്ച ഹാഗാർ അടുത്ത നിമിഷത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: അമ്പിൻപാട് ദൂരത്തിൽ അവൾക്ക് വേണ്ടി ദൈവം ഒരു ഉറവയെ തുറന്നു. ദൈവത്തിൻ്റെ പൈതലേ, നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിനക്ക് വേണ്ടി ഒരു ഉറവ എൻ്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇത് നീ തിരിച്ചറിയുന്നുണ്ടോ? നിന്റെ കരച്ചൽ ഉയരത്തിലെത്തിയാൽ നീ മനസ്സ് വെച്ച് കേട്ട് അനുസരിച്ചാൽ, പ്രൈസലോ, നിന്റെ കരച്ചിലിന് ആ ഇരിക്കുന്നിടത്ത് തന്നെ തോടും പുഴയും കുളമൊന്നും അന്വേഷിച്ച് പോകേണ്ട. ഹാഗാറേ, നീ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ദൈവത്തിന് ഒരു ഉറവയെ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്കുള്ളതാ ഈ സന്ദേശം. നീ കഴിഞ്ഞ കാലങ്ങളിൽ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നില്ലേ? പ്രൈസലോ. നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ശൂന്യത അനുഭവിക്കുന്നില്ലേ? ഇതിനെ മാറ്റുവാൻ
എൻ്റെ കർത്താവിന് കഴിയും, എൻ്റെ കർത്താവിന് കഴിയും. ആ ഒരു തിരിച്ചറിവ് നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് തരട്ടെ. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രൈസലോ മോശയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് പ്രൈസലോ ഒരു പ്രവൃത്തി ചെയ്യാൻ കാരണം ദൈവം അവനെ അടുത്തറിഞ്ഞത് കൊണ്ടാണ് മോശയുടെ ജീവിതത്തിൽ ദൈവം പ്രവൃത്തി ചെയ്യാൻ കാരണമായത്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ, വേദനയിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ കഷ്ടത മാറ്റിയ ഒരു യേശുവുണ്ട്. പ്രൈസലോ ഹല്ലേലൂയ. ഞാൻ ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച് സകല ഡോക്ടർമാരാലും ഉപേക്ഷിക്കപ്പെട്ട് പല ദിവസങ്ങൾ മരണത്തെ നോക്കിയിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉറവ് തുറന്നു തന്ന, അനുഗ്രഹത്തെ തുറന്നു തന്ന, സൗഖ്യത്തിൻ്റെ ശക്തിയെ പകർന്ന ഒരു യേശുവുണ്ട്. എപ്പോഴാണെന്ന് ഞാൻ പറയാം. ആദ്യം മനസ്സ് വെച്ചു, 2 കേട്ടനുസരിച്ചു. ഇതിലെ നിനക്കതിന് കഴിയുന്നുണ്ടോ? ഒന്ന് മനസ്സ് വെക്കാമോ? എങ്ങോട്ട് മനസ്സ് വെക്കണം? ലോകത്തിലേക്ക് മനസ്സ് വെച്ചാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏതെങ്കിലും സംഘടനയിലേക്ക് മനസ്സ് വെച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിങ്കിലേക്ക് നീ മനസ്സ് വെച്ചാൽ എൻ്റെ കർത്താവ് നാളെയല്ല ഇന്നത്തെ ദിവസം നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യും. നീ ചെയ്യുന്നതെല്ലാം പരാജയമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ യേശു ഇന്നത്തെ ദിവസം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തെ പരാജയത്തെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കരച്ചിലിന് മറുപടി തന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്താണ് എൻ്റെ വീട്. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 2000-ൽ രോഗിയായി അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ ഇരുന്നപ്പോൾ ക്യാൻസർ വന്ന് പ്രൈസ് ദി ലോർഡ് 3rd സ്റ്റേജായി മജ്ജയിലേക്കും തലച്ചോറിലേക്കും ഈ രോഗം ബാധിച്ചപ്പോൾ എന്നെ സഹായിക്കാൻ ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിനോ എൻ്റെ ചാർച്ചക്കാർക്കോ എൻ്റെ കൂട്ടായ്മക്കാർക്കോ ആർക്കും കഴിഞ്ഞില്ല. എപ്പോഴാണ് കഴിഞ്ഞെന്ന് ഞാൻ പറയാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനസ്സ് വെച്ച് കേട്ട് അനുസരിച്ചപ്പോൾ. പ്രൈസ് ദി ലോർഡ്. നിനക്കും ഒന്ന് മനസ്സ് വെക്കാമോ? ഒന്ന് കേൾക്കാമോ? ഈ വചനം ഒന്ന് കേൾക്കാമോ? ഒന്ന് അനുസരിക്കാമോ? കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ അനുസരിച്ചവരുടെ ചരിത്രമാണ്, വിജയിച്ചവരുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ. ഹല്ലേലൂയ. പരാജയപ്പെട്ടവരെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളത്. ഇവരൊക്കെ കേട്ട് അനുസരിച്ച് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ ഇടവന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കേട്ട് അനുസരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ലൂക്കോസിൻ്റെ സുവിശേഷം ഹല്ലേലൂയ 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന് ശിമോൻ, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ശിമോൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. രാത്രി മുഴുവൻ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ മീൻപിടുത്തക്കാർ കുറേ പേരുണ്ട്, ഞങ്ങളെല്ലാവരും രാത്രി അധ്വാനിച്ചു, എങ്കിലും ഒന്നും കിട്ടിയില്ല. അവൻ്റെ ജീവിതത്തിലും ഒരു ശൂന്യത വന്നു, ഒരു ഇല്ലായ്മ വന്നു, ഒരു കുറവ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനെ മാറ്റിയ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ശൂന്യത മാറ്റാൻ കാരണം ഹല്ലേലൂയ ഞാൻ പറയാം, അവൻ സമ്മതിച്ചു കൊടുത്തു. നാഥ, ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രി മൊത്തം വീശി, പക്ഷേ ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാമെന്നല്ല പറഞ്ഞത്, ഞാൻ വലയിറക്കാം. വ്യക്തിപരമായി ഒരു തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിപരമായിട്ട് തീരുമാനമെടുക്കുന്നതാണ് കർത്താവ് കാണുന്നത്. സ്തോത്രം. അവൻ ആദ്യം പറഞ്ഞു, നാഥ, ഞങ്ങളെല്ലാവരും രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും ഇപ്പോൾ നിന്റെ വാക്കിന് ഞാൻ, ഈ ശിമോൻ, ഈ പത്രോസ് എന്ന് പറയുന്ന ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവ് കാണുന്നേ. നിനക്ക് അങ്ങനെ ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ബിസിനസ് ചെയ്തു, ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു സ്ഥാപനം നടത്തി, ഞങ്ങളെല്ലാവരും കൂടെ കൂടി പ്രൈസ് ദി ലോർഡ് പലതിനും പോയി, ഇതെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണോ? ഇതെൻ്റെ കർത്താവിന് വിഷയമല്ല. നിനക്കൊരു തീരുമാനമെടുക്കാമോ? നിൻ്റെ വാക്ക് ഞാൻ കേൾക്കാം, നിൻ്റെ വാക്ക് ഞാൻ അനുസരിക്കാം. ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ചു, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ
ദേശത്തിലെ നന്മ അനുഭവിക്കും. പത്രോസേ, നീ കഴിഞ്ഞ രാത്രി അധ്വാനിച്ച അതേ സ്ഥലത്ത് തന്നെ നിനക്കുള്ള നന്മ അതേ ദേശത്ത് അതേ കടലിൽ കിടക്കുന്നുണ്ട്. ഇത് നിനക്ക് എൻ്റെ ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ എന്തോ ചെയ്യണം? നീ ദൈവമായിട്ട് ഒരു ബന്ധത്തിലായിരിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ആ പടകുകളിൽ ശീമോനുള്ള ഒന്നിൽ അവൻ കയറി അല്പം നീക്കണം. ഹല്ലേലൂയ. കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം, ശീമോൻ്റെ പടക് യേശുവിന് വിട്ടുകൊടുത്തു. വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഈ ശീമോൻ്റെ പടക് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിൻ്റെയും പടക് ക്ലീൻ ആണോ? ആണെങ്കിൽ അതിൽ യേശു കയറും. ഹല്ലേലൂയ. എൻ്റെ യേശു നിൻ്റെ ഭവനത്തിൽ വരണമെങ്കിൽ നിന്റെ ഭവനം യേശുവിന് പാർപ്പാൻ അനുയോജ്യമായിട്ടുള്ളത് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടനുസരിക്കുന്നവൻ്റെ വീട്ടിലാണ് യേശു കിടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിന് ഉദാഹരണമാണ് പ്രൈസ് ദി ലോർഡ്, സക്കായിയോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കുവാനേ. ഹല്ലേലൂയ. ഇങ്ങനെയാ കർത്താവ് പറഞ്ഞത്. എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ അകം ക്ലീനായത് കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ കർത്താവ് പാർക്കണമെങ്കിൽ എന്തോ ചെയ്യണം? പടക് നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം. ഭവനം കർത്താവിന് കയറാൻ യോഗ്യമായിരിക്കണം. കേട്ട് അനുസരിക്കുന്ന, വചനപ്രകാരം കേട്ടനുസരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ മാത്രമാണ് കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ഭവനത്തിൽ, നിന്റെ പടകിൽ എൻ്റെ യേശു കയറാൻ ആഗ്രഹിക്കുന്നു. എന്തോ ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നീ ഇത്രയും ചെയ്താൽ മതി. ആ പടകൊന്ന് ക്ലീൻ ആക്കി നിർത്തിയിട്ട് പറയണം, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾ ഒത്തിരി പേര് കൂടി അധ്വാനിച്ചത്, എങ്കിലും ഇപ്പോൾ ഞാനും നീ ആയിട്ടൊരു തീരുമാനം എടുക്കുക. എന്താ തീരുമാനം? നിന്റെ വാക്കിന് നീ എവിടെ വലയിറക്കാൻ പറയുന്നോ, നീ എന്നോട് എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കാം. ഗലീല കടലിനെ കുറിച്ച് നല്ല രീതിയിലുള്ള പാണ്ഡിത്യമുള്ള ഒരു ശീമോൻ ഇങ്ങനെ പറയണമെങ്കിൽ, ഇത് ഞാൻ ഇന്ന് പകൽ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ മീൻ പിടിക്കാൻ നല്ല ശീലമുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന സാബു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട് പെരിയാറിൻ്റെ അടുത്താണ്. ഞാൻ രാത്രി മുഴുവൻ ആ പെരിയാറിൽ വലയിറക്കിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഒന്നും കിട്ടാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഒരു വലയിറക്കിയാൽ മീൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. ഞാൻ ആ വ്യക്തിയോട് പറയും, പെരിയാറിൻ്റെ ഓരോ കോണിലും എവിടെയെല്ലാം മത്സ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് പത്രോസ് ചോദിച്ചില്ല, പത്രോസ് ഇത് ചെയ്തില്ല. ഇവൻ എന്താ പറഞ്ഞെന്നറിയോ? നീ പറയുന്നത് ഞാൻ കേൾക്കാം, ഞാൻ അനുസരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്ത് നന്മ അനുഭവിക്കാൻ ഇതാണ് ഏറ്റവും അനുകൂലമായ മറുപടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവൻ എന്തോ ചെയ്തു? ഹല്ലേലൂയ. നിന്റെ വാക്കിന് വല ഇറക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി അനേക തവണ വല ഇറക്കിയിട്ടും ഒന്നും കിട്ടാതിരുന്ന ശീമോന്റെ ജീവിതത്തിൽ ഒരു വല വീശിയപ്പോൾ, കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവ് പറയുന്ന സ്ഥലത്ത് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ പരാജയപ്പെട്ട മണ്ഡലത്തെ വിജയപ്രദമാക്കാൻ, അവിടെ ദേശത്തിൽ നന്മ തരുവാൻ എൻ്റെ യേശു ശക്തനാണെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ദൂത് വിളിച്ച് പറയുകയാണ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രിയ ദൈവ പൈതലെ, നിന്നോടാണ് കർത്താവ് സംസാരിക്കാനുള്ളത്. ഹല്ലേലൂയ. നീ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഒത്തിരി പേര് കൂടിയായിരിക്കാം ഹല്ലേലൂയ പലതും ചെയ്തത്, അതെല്ലാം പരാജയമായിരിക്കാം. പൈതലെ, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ ഈ പടകിനെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ ഈ പടകിൽ കർത്താവിന് ചില പ്രവൃത്തി ചെയ്യാനുണ്ട്. നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇവിടെ ജീവിതത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ നിയമത്തിൽ അല്ല, പത്രോസിൻ്റെ പടകിൽ പെരുത്ത മീൻകൂട്ടം കിട്ടിയത് കണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൂടെ എല്ലാവരും സന്തോഷിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പടകിൽ പ്രൈസ് ദി ലോർഡ് ഇതുവരെയും കാണാത്ത ഒരു ദൈവപ്രവൃത്തി കണ്ട്, പ്രൈസ് ദി ലോർഡ്, അനേകർ ഓടിക്കൂടുന്ന ഒരു
ശുശ്രൂഷ മണ്ഡലം നിനക്ക് വേണ്ടി ഈ 2017 എൻ്റെ ദൈവം തുറക്കുമെന്ന് ഇന്ന് പകൽ ആത്മ അഭിഷേകത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ. പ്രൈസലോ, നിന്റെ പരാജയത്തെ വിജയത്തിലാക്കുവാൻ എൻ്റെ യേശു ഇന്ന് പകൽ നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പ്രൈസലോ, ഇന്നത്തെ ദിവസം നിനക്കുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസം വേറെ ആർക്കുമുള്ള സന്ദേശമല്ല, നിനക്കുള്ള സന്ദേശമാണ്. നീ പരാജയപ്പെട്ട് കിട്ടിയ പൈസ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ഒട്ടും ഭേദം വരാതിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണോ? നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ഒരു പ്രവൃത്തി ചെയ്യും. എന്താ ചെയ്യണം? മനസ്സ് വെച്ച് കേട്ടനുസരിക്കണം. അത് കുറച്ച് പാടാണ്. പിതാവ് പറയും, പ്രൈസലോ, നീ അങ്ങോട്ടൊന്നും മനസ്സ് കൊടുക്കണ്ട. പ്രൈസലോ, നീ മറ്റു പലതിലേക്ക് മനസ്സ് വെച്ചോ. ഹല്ലേലൂയ, ഇത് കേൾക്കരുതേ. നീ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. പ്രൈസലോ, ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 5-ാം അധ്യായത്തിലൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. പ്രൈസലോ, ഹല്ലേലൂയ. പ്രൈസലോ, അവൻ ബെഥസ്ദാ കുളക്കരയിലാണ് കിടക്കുന്നത്. അനേക രോഗികൾ അവിടെ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. സ്തോത്രം. 38 വർഷമായി രോഗം ശീലിച്ച് കിടക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ അല്പം പോലും സൗഖ്യമില്ല. പ്രൈസലോ, ഹല്ലേലൂയ. അനേകര് പ്രൈസലോ ഓരോ ദിനങ്ങളിലും സൗഖ്യം പ്രാപിക്കുന്നത് കാണുമ്പോഴും ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുന്ന 38 വർഷമായി രോഗം ശീലിച്ച് കിടക്കുന്ന അവൻ്റെ ജീവിതത്തിൽ അല്പം പോലും ഒരു വിടുതലില്ല. പ്രൈസലോ, ഹല്ലേലൂയ. സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യാൻ കാരണം പ്രൈസലോ, അവനും കേട്ട് അനുസരിക്കാൻ തയ്യാറായി. പ്രൈസലോ, കേട്ട് അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ ജീവിതത്തിന്മേൽ കർത്താവ് ഒരത്ഭുതം ചെയ്തു. പ്രൈസലോ, ഹല്ലേലൂയ. 6-ാം അധ്യായം 5-ന്റെ 6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഹല്ലേലൂയ. 38 വർഷമായി രോഗം ശീലിച്ചവനായി കിടക്കുന്ന ഒരുത്തനെ എൻ്റെ യേശു കണ്ടു. പ്രൈസലോ, ഹല്ലേലൂയ. ഇന്നലെ വരെ നീ കിടക്കുന്നത് എൻ്റെ കർത്താവ് കണ്ടിട്ടില്ല എങ്കിൽ ഇന്ന് എൻ്റെ കർത്താവ് നിന്നെ കാണുകയാ. കണ്ടു കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവൻ പറയുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? യേശു കർത്താവ് ചോദിക്കുവാണ്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കേട്ട് അനുസരിക്കാൻ മനസ്സുണ്ടോ? പ്രൈസലോ, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന ചിന്തയാ. അവൻ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് വേറെ ഏതൊക്കെയോ മണ്ഡലത്തിലാണ്. നീ ഒരു സൗഖ്യം പ്രാപിക്കാൻ അനേക പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ആയിരിക്കുന്നു എങ്കിലും പ്രൈസലോ, ഹല്ലേലൂയ, ഒരു പ്രവൃത്തി കാണുന്നില്ല. നിന്റെ മനസ്സ് വേറെ എങ്ങുവാണെങ്കിൽ പ്രൈസലോ, ഇന്ന് പകൽ കർത്താവ് പറയുക, മനസ്സൊന്ന് ദൈവത്തിലേക്കൊന്ന് തിരിക്കാമോ? ഹല്ലേലൂയ. അതുവരെയും കാണാത്ത ഒരു പ്രവൃത്തി അന്ന് കുളക്കരയിൽ നടന്നു. ഹല്ലേലൂയ. 38 വർഷം കഴിഞ്ഞ് അന്നത്തെ ദിവസം ഹല്ലേലൂയ ദൂരത്തേക്ക് ഹല്ലേലൂയ കുളക്കരയിൽ കടന്നവർ നോക്കുമ്പോൾ ഒരു വ്യക്തി നടന്നു വരുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് യേശു. പ്രൈസലോ, യേശു. ആ വ്യക്തി നടന്നു വന്ന എന്തിനാന്ന് ഞാൻ പറയാം. അനേക രോഗികൾ അവിടെ കിടക്കുന്നുണ്ട്. അവരെയൊന്നും സൗഖ്യമാക്കാനല്ല, വെള്ളത്തിലിറക്കാൻ, സഹായിക്കാൻ, കരം പിടിക്കാൻ ആരുമില്ലാതെ കിടക്കുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് യേശു വന്നു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു കണ്ടു. പ്രൈസലോ, നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലം വന്നിട്ട്, പ്രശ്നം വന്നിട്ട്, രോഗം വന്നിട്ട്, കടഭാരം വന്നിട്ട് എത്ര കാലമായി ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം. ഇന്ന് കർത്താവ് നീ കിടക്കുന്ന ആ കുളക്കരയിലേക്ക്, നീ കിടക്കുന്ന ആ ബെഡിൻ്റെ അടുത്തേക്ക് എൻ്റെ കർത്താവ് വരികയാണ്. എന്തിനാണെന്നറിയാവോ? നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് എൻ്റെ കർത്താവ് മനസ്സിലാക്കി നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് വരികയാ. പ്രൈസലോ. എന്തോ ചെയ്യണം? കേട്ട് അനുസരിച്ചാൽ മതി. പ്രൈസലോ, സ്തോത്രം, ഹല്ലേലൂയ. നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നിന്റെ വാക്കിന് വലയിറക്കാം. അവൻ കേട്ട് അനുസരിച്ചപ്പോൾ അവൻ നന്മ അനുഭവിച്ചു. ഇവനോട് പറഞ്ഞു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ രോഗി പറഞ്ഞത് എങ്ങനെയാണ്? യജമാനനെ, പ്രൈസലോ, ഹല്ലേലൂയ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ, 7-ാം വാക്യം, എനിക്കാരുമില്ല. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. നിന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ അടുത്തേക്ക് ഇന്ന് പകൽ യേശു അടുത്ത് വരികയാ. പ്രൈസലോ. നിനക്ക്
കേട്ടനുസരിക്കാമോ? ഹല്ലേലൂയ. നിന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ലെങ്കിലും അന്നത്തെ ദിവസം യേശു കുളക്കരയിൽ വന്നത് നിന്നെ വെള്ളത്തിലേക്ക് ഇറക്കാനല്ല, കിടക്കയെടുത്ത് നടത്താനാ. പ്രൈസലോ. ആ തിരിച്ചറിവ് ഇന്ന് പകൽ കർത്താവ് നിന്റെ അകത്ത് തരട്ടെ. ഹല്ലേലൂയ. ആരെ കൊണ്ടും സഹായിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ രോഗിയായി ബെഡിൽ കിടക്കുന്ന ദൈവവൈതലേ, നിനക്കുള്ളതാ ഈ സന്ദേശം. ഹല്ലേലൂയ. പല ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ആരെ കൊണ്ടും പരിഹരിക്കാൻ കഴിയാതിരിക്കുന്ന ദൈവവൈതലേ, ഈ സന്ദേശം നിനക്കുള്ളതാണ്. കടഭാരം പേറി ബാങ്കുകാർ ജപ്തി നോട്ടീസുമായി നിന്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ? ആരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒരനുഭവം നിന്റെ ജീവിതത്തിലില്ലേ? നിനക്കുള്ളതാ ഈ സന്ദേശം. ഹല്ലേലൂയ. ഇതിൽ നിന്ന് കരകയറ്റുവാൻ എൻ്റെ യേശു ശക്തനാണ്. കേട്ട് അനുസരിച്ചാൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഹല്ലേലൂയ. നിന്റെ അടുത്ത് തന്നെ എൻ്റെ കർത്താവ് നിൽക്കുന്നുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ എന്നെ പ്രൈസലോ ഹല്ലേലൂയ സഹായിച്ചവരുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന് മേലെ പ്രൈസലോ അനേക ശത്രുക്കൾ എന്നെ വ്യസനിപ്പിക്കുന്ന അനുഭവത്തിലൂടെ കടത്തിവിടുന്നുണ്ട്. പ്രൈസലോ ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് കർത്താവെ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ കൂട്ടുകൂടി നടന്നവരെല്ലാവരും എന്നെ വിട്ട് വഴി മാറിപ്പോകുമ്പോൾ എനിക്ക് സഹായമായി എനിക്കാരുമില്ല. കർത്താവേ, നീ തകരുന്ന ഒരു മനസ്സുമായിട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? പ്രൈസലോ ഹല്ലേലൂയ. കർത്താവേ, നീ പറയുന്നത് എന്തും ഞാൻ കേട്ട് അനുസരിച്ചു കൊള്ളാം എന്ന് പറയുന്നൊരു വ്യക്തിയാണ് നീ എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നാളെയല്ല ഇന്നത്തെ ദിവസം ഈ 2017 ഈ ആണ്ട് ആരംഭത്തിൽ തന്നെ ഇന്നത്തെ ദിവസം തന്നെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിച്ച് രോഗിയായി സഹായിക്കാൻ ആരുമില്ലാതെ ലക്ഷങ്ങളുടെ കടബാധ്യതയിൽ ഞാൻ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ, ശീമോൻ പറഞ്ഞ അതേ വാക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തപ്പോൾ പ്രൈസലോ ഹല്ലേലൂയ, കർത്താവ് പറയുന്നത് എന്തും അനുസരിക്കണമെന്നുള്ള ഒരു നിയോഗം കർത്താവ് തന്നു. പ്രൈസലോ. അങ്ങനെ യാക്കോബായ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഞാൻ പ്രൈസലോ രക്ഷയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും കേൾക്കാനും പഠിക്കാനും ഇടവന്നു. പ്രൈസലോ. അങ്ങനെ 2003 പ്രൈസലോ ഫെബ്രുവരി 17 ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും ഹല്ലേലൂയ എറണാകുളത്ത് വെച്ച് ഡോക്ടർ PG വർഗീസ് അങ്കിളിൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ ഇടവന്നു. ഹല്ലേലൂയ. കേട്ട് അനുസരിച്ചു. ലക്ഷങ്ങളുടെ കടബാധ്യത മാറാനല്ല ഞാൻ സ്നാനപ്പെട്ടത്, എൻ്റെ രോഗം മാറാനല്ല സ്നാനപ്പെട്ടത്. ഓ പ്രൈസലോ. ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ നിത്യത ഒന്നുണ്ടെന്നും ദൈവരാജ്യമൊന്നുണ്ടെന്നും ഈ ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ പ്രൈസലോ കർത്താവ് പറയുന്നത് കേട്ടനുസരിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ എന്നൊരു നിയോഗം തന്നപ്പോൾ ഹല്ലേലൂയ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. എൻ്റെ ശരീരത്തിൽ രോഗമുള്ള സമയത്ത്, എൻ്റെ ജീവിതത്തിൽ കടഭാരമുള്ള സമയത്താണ് ഞാൻ സ്നാനപ്പെടാൻ നേരത്ത് ക്ലാസ് എടുത്തപ്പോൾ ഡോക്ടർ PG അങ്കിൾ ക്ലാസ്സിൽ എൻ്റെ മധ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു പ്രൈസലോ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്നുണ്ടായേക്കാം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും തരണമെന്ന്. ദൈവത്തിൻ്റെ ദാസൻ എന്നെ സ്നാനപ്പെടുത്തി വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കാണാത്ത ഒരു ദൈവിക പ്രകാശം, ദൈവിക വെളിച്ചം എൻ്റെ ജീവിതത്തിൽ കണ്ടു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തി ആരംഭിച്ചു. അന്ന് മുതൽ എൻ്റെ കർത്താവ് എനിക്ക് ദേശത്തിലെ നന്മ തരാൻ കാരണമായി. എൻ്റെ കടഭാരങ്ങൾ മാറ്റാനിട വന്നു, എൻ്റെ രോഗത്തെ മാറ്റാനിട വന്നു, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ അലട്ടിയ ശാപത്തെ മാറ്റാൻ ഇടവന്നു. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലെ നീ കേട്ടനുസരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്മേൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാലും പ്രൈസലോ. കർത്താവേ, ഇന്ന് പകൽ കേൾപ്പിച്ച ആലോചന ഞാൻ കേട്ടനുസരിക്കാം. ഹല്ലേലൂയ. മനസ്സുകൊണ്ട് തീരുമാനമെടുത്താലും ഞാൻ കർത്താവേ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ടനുസരിക്കാം. ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. പ്രൈസലോ. മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട്, ഇവർ അനുഭവിക്കുന്ന ആ കടഭാരം യേശു
യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. ഇവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന നാളുകളായിട്ട് അനുഭവിക്കുന്ന വേദന ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. ക്യാൻസർ രോഗങ്ങൾ പ്രൈസലോ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ ഉപേക്ഷിച്ച ചില വിഷയത്തിന്മേൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം അയച്ച് ഈ നിൽക്കുന്ന വ്യക്തിയുടെ മേൽ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പ്രൈസലോ ഇന്ന് പകൽ ഈ വചനം ശ്രവിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് കേട്ടനുസരിക്കാമെന്ന് മനസ്സിൽ തീരുമാനമെടുത്ത ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം കർത്താവെ നീ തൊടണമേ. ആണിപ്പാടുള്ള ആ മുറിഞ്ച കരം ചിലരെ ഇന്ന് പകൽ തൊട്ടിരിക്കിയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവെ. കേട്ട് അനുസരിക്കാമെന്ന് തീരുമാനമെടുത്ത ഈ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിന് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് വചനപ്രകാരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രൈസലോ ഹല്ലേലൂയ. പ്രൈസലോ ഇന്ന് ഇവിടെ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി ഒരു പ്രൈസലോ ഒരു അനുഭവം കർത്താവ് തന്നു എങ്കിൽ പ്രൈസലോ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാലും പ്രൈസലോ ഞങ്ങൾ മൂന്നാറിനടുത്ത് പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ഞായറാഴ്ചയും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നയിക്കുന്നു. ഞങ്ങളവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസലോ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പ്രൈസലോ ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാം. പ്രൈസലോ ദൈവം അധികമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ ഇടവരുത്തട്ടെ. പ്രൈസലോ.